നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രേമി ലാൽചൻ ഒരു മാസത്തെ അവധിയിൽ പ്രവേശിച്ചത് പ്രസിഡന്റിന്റെ സ്വന്തം പാർട്ടിയിലെയും LDF-ലെയും ഭിന്നത മൂലമെന്ന് കോൺഗ്രസിന്റെ ആരോപണം. നിലവിൽ സെക്രട്ടറി ഇല്ലാത്ത പഞ്ചായത്തിൽ പ്രസിഡന്റ് കൂടി അവധിയിൽ പ്രവേശിച്ചതോടെ നാദിനില്ല കളരിയായതായും 4 വർഷത്തിനിടെ 3 പ്രസിഡന്റുമാരും 3 വൈസ് പ്രസിഡന്റുമാരും മാറി മാറി ഭരിച്ച പഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങൾ താളം തെറ്റിയ നിലയിലാണെന്നും കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു. നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രേമി ലാൽചൻ ഒരു മാസത്തെ അവധിയാണ് എടുത്തിരിക്കുന്നത്. LDF പഞ്ചായത്ത് മെമ്പർമാർക്കിടയിലും സ്വന്തം പാർട്ടിയിലും ചേരിപ്പോര് രൂക്ഷമായതോടെ മനമെടുത്താണ് പ്രസിഡന്റ് അവധിയിൽ പ്രവേശിച്ചതെന്ന് കോൺഗ്രസ് നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്തിൽ ഇന്ന് ഒരു നാഥനില്ലാ കളരിയായി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. നമുക്കറിയാം, നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രേമി ലാൽചൻ ഒരു മാസം അവധിയിൽ പ്രവേശിച്ചു. LDF മുന്നണിയിലെ പ്രശ്നങ്ങളും പ്രസിഡന്റിൻ്റെ പാർട്ടിയിലെ ആഭ്യന്തര പ്രശ്നങ്ങളുമാണ് പ്രസിഡന്റ് അവധിയിൽ പ്രവേശിക്കാൻ ഉള്ള കാരണം. നിലവിൽ 2 മാസക്കാലമായി സെക്രട്ടറി ഇല്ലാതെയാണ് പഞ്ചായത്ത് പ്രവർത്തിക്കുന്നത്. പഞ്ചായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 സ്ഥാനങ്ങൾ ഒഴിഞ്ഞു കിടക്കുന്നത് മൂലം വിവിധ ആവശ്യങ്ങൾക്കായി എത്തുന്ന ജനങ്ങൾ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. LDF-ലെ ഭിന്നത പഞ്ചായത്ത് കമ്മിറ്റികളിൽ പ്രകടമായിരുന്നു. മെയിൻ്റനൻസ് ഫണ്ട് പ്രസിഡന്റിന്റെ പാർട്ടിയിലെ 4 മെമ്പർമാർക്ക് മാത്രം വീതിച്ചു നൽകിയത് LDF-ൽ തന്നെ വലിയ ഭിന്നതയ്ക്ക് കാരണമായിരുന്നു. ഇത് സംബന്ധിച്ച് UDF നൽകിയ പരാതിയിൽ DDP-യിലെ അന്വേഷണ സംഘം പഞ്ചായത്തിലെത്തി അന്വേഷണം നടത്തുകയും മിനിറ്റ്സ് രണ്ടാമത് എഴുതി ചേർത്താണെന്ന് കണ്ടെത്തുകയും ചെയ്തിരുന്നു. പദ്ധതിയുമായി ബന്ധപ്പെട്ട രേഖകൾ ശരിയായ രീതിയിൽ സമർപ്പിക്കാത്തതിനാൽ DPC-യിൽ നിന്നും ഒരു പദ്ധതിക്കും അംഗീകാരം ലഭിച്ചിട്ടില്ല. ഇത് പരിഹരിച്ച് പദ്ധതികൾക്ക് അംഗീകാരം വാങ്ങേണ്ട സമയത്താണ് പ്രസിഡന്റ് അവധിയെടുത്തിരിക്കുന്നത്. നിലവിൽ സെക്രട്ടറിയും ഇല്ലാതായതോടെ നാഥനില്ല കളരിയായി പഞ്ചായത്ത് മാറിയതായി കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു. വാർഡുകളിൽ നടത്തേണ്ട വികസന പ്രവർത്തനങ്ങൾ മുടങ്ങുകയും കാലതാമസം വരികയും ചെയ്തിട്ടുണ്ട്. ടൗൺ മേഖലയിലെ വഴിവിളക്കുകൾ മാസങ്ങളായി പ്രവർത്തനരഹിതമാണ്. തൊഴിലുറപ്പിലെ മെറ്റീരിയൽ വർക്കുകൾ 2 വർഷമായി നിലച്ചിരിക്കുന്നു. ഈ ഭരണസമിതി എത്തിയതിനു ശേഷം ട്രാഫിക് കമ്മിറ്റി വിളിച്ചു ചേർക്കാത്തത് മൂലം അപകടങ്ങൾ നിത്യസംഭവമായി മാറി. മഴക്കാലവുമായി ബന്ധപ്പെട്ട യാതൊരു മുന്നൊരുക്കങ്ങളും പഞ്ചായത്തിൽ നടത്തിയിട്ടില്ല. മഴക്കെടുതിയിൽ തകർന്ന വീടുകൾ സന്ദർശിക്കാൻ പോലും പ്രസിഡന്റ് തയ്യാറായില്ല. ഈ ഭരണസമിതിയിൽ 3 പ്രസിഡന്റുമാരും 3 വൈസ് പ്രസിഡന്റുമാരുമാണ് മാറി മാറി അധികാരമേറ്റത്. മാറി മാറി വന്ന ഭരണാധികാരികൾ യാതൊരു വികസന പ്രവർത്തനങ്ങളും നടത്തിയില്ല. പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളും ദൈനംദിന പ്രവർത്തനങ്ങളും ഇതുപോലെ മോശമാക്കിയ ഒരു ഭരണസമിതി നെടുങ്കണ്ടം പഞ്ചായത്തിൽ ഉണ്ടായിട്ടില്ലെന്നും ഇതുമായി ബന്ധപ്പെട്ട കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സമരപരിപാടികൾ സംഘടിപ്പിക്കുമെന്നും നേതാക്കളായ MS മഹേശ്വരൻ, KR രാമേന്ദ്രൻ, രാജേഷ് ജോസഫ്, ഷിഹാബ് ഇട്ടിക്കൽ എന്നിവർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, നെടുങ്കണ്ടം.